ലോർഡ്സ് ടെസ്റ്റിൽ പൊരുതിത്തോറ്റ് ഇന്ത്യ 22 റൺസിനാണ് ഇംഗ്ലണ്ട് വിജയിച്ചത്. ഇതോടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലെത്തി. തുടരെ 4 അർദ്ധ സെഞ്ചുറികൾ നേടിയ രവീന്ദ്ര ജഡേജ അവസാനം വരെ പൊരുതി. ആർച്ചറും സ്റ്റോക്സും 3 വിക്കറ്റുകൾ വീതം നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് BS കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, വിശദാംശങ്ങൾ. വളരെ ആവേശ പോരാട്ടമാണ് ലോർഡ്സിൽ കണ്ടത്. ഒരുപക്ഷെ ഇന്ത്യ ജയിക്കുമെന്ന് അവസാനം തോന്നിപ്പിച്ചുവെങ്കിലും ഇംഗ്ലീഷ് ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ വാലറ്റത്തിന് അടിപതറുകയായിരുന്നു. അടിപതറി എന്ന് പറഞ്ഞാലും ബുംറയും സിറാജും വലിയ ചെറുത്തുനിൽപ്പാണ് നടത്തിയത്. ജഡേജയ്ക്കൊപ്പം ചേർന്ന് വിജയത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ അവർക്കാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സിറാജ് വീണതോടെ 10 വിക്കറ്റും നഷ്ടമായി ഇന്ത്യ 22 റൺസിൻ്റെ മാത്രം പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. ആദ്യ ഇന്നിങ്സിൽ ഇരു ടീമുകളും തുല്യ സ്കോറാണ് അടിച്ചത്. ഒരുപക്ഷെ ആദ്യ ഇന്നിങ്സിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ കുറച്ചുകൂടി ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ലീഡുണ്ടാകുമായിരുന്നു ഇന്ത്യക്ക് എന്നോർക്കണം. അതായത് ഋഷഭ് പന്തിനെ പോലൊരു ബാറ്റ്സ്മാൻ അനാവശ്യമായി റണ്ണൌട്ട് ആവുന്നതോടെയാണ് ഇന്ത്യയുടെ ഭദ്രമായ അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. പിന്നാലെയാണ് തുടരെ വിക്കറ്റുകൾ വീണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ഒരേ സ്കോറിൽ അവസാനിച്ചത്. രണ്ടാം ഇന്നിങ്സിൽ 192 റൺസാണ് ഇംഗ്ലണ്ട് എടുത്തത്. പക്ഷേ ഇന്നലെ കാര്യമായ ചെറുത്തുനിൽപ്പിന് ഇന്ത്യക്ക് കഴിഞ്ഞില്ല. പ്രധാനപ്പെട്ട 3 വിക്കറ്റുകൾ, 4 വിക്കറ്റുകൾ വീണെങ്കിലും അതിൽ പ്രധാനപ്പെട്ട 3 വിക്കറ്റുകൾ ഉണ്ടായിരുന്നു. യശസ്വി ജയ്സ്വാൾ 7 റൺസ് എടുത്ത് പുറത്താകുന്നു. കരുൺ നായർ 14 റൺസ് എടുത്ത് പുറത്താകുന്നു. പന്ത് ജഡ്ജ് ചെയ്തതിലെ പരാജയമായിരുന്നു കരുൺ നായരുടെ വിക്കറ്റിന് കാരണമായത്. അതുമാത്രമല്ല, എല്ലാ മത്സരങ്ങളിലും എല്ലാ ഇന്നിങ്സുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ 6 റൺസ് മാത്രം എടുത്ത് പുറത്തായതാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത്. പിന്നീട് അങ്ങോട്ട് ഋഷഭ് പന്തിന് കളിക്കാൻ മികവ് കാട്ടാനായാലും 9 റൺസ് എടുത്ത് പുറത്താകുന്നു. വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ ഇന്നിങ്സിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച, ഇത്തവണ പന്തുകൊണ്ടും മികവ് കാട്ടിയ വാഷിംഗ്ടൺ സുന്ദർ റൺസ് എടുക്കുന്നതിന് മുമ്പ് പുറത്തായി. അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ തിരിച്ചടിയായത്. അവിടെ ഒരു ഇന്നിങ്സ് പടുത്തുയർത്താൻ ഇന്ത്യക്കായെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനോ നിതീഷ് കുമാർ റെഡ്ഡിക്കോ കൂടുതൽ മികവ് കാട്ടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജഡേജ ഈ ടീമിനെ വിജയത്തിലെത്തിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്രയ്ക്ക് ധീരമായ ചെറുത്തുനിൽപ്പാണ് രവീന്ദ്ര ജഡേജ കാഴ്ചവെച്ചത്. 61 റൺസ്. അതായത് ഒരു ബൗളിംഗ് ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ ഏറ്റവും മികച്ചൊരു ബാറ്ററാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന കാഴ്ചയാണ് ഇംഗ്ലണ്ടിലെ മണ്ണിൽ കണ്ടത് എന്ന് ഓർക്കണം. കഴിഞ്ഞ ടെസ്റ്റിലും ഈ ടെസ്റ്റിലും 2 ഇന്നിങ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടുന്നു. അങ്ങനെ 4 ഇന്നിങ്സുകളിൽ തുടരെ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് രവീന്ദ്ര ജഡേജ കാട്ടിയ ചെറുത്തുനിൽപ്പിന് സല്യൂട്ട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പക്ഷേ അനിവാര്യമായ തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങുകയായിരുന്നു. ഏതെങ്കിലും ഒരു ബാറ്റർ, മുൻനിര ബാറ്റർ മികവ് കാട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മത്സരഫലം മറ്റൊന്നായനെ. ഒരുപക്ഷെയല്ല, ഉറപ്പായും ഇന്ത്യക്ക് ജയിക്കാമായിരുന്ന ഒരു മത്സരമാണ് അമിത പ്രതിരോധത്തിലേക്ക് പോയി വലിച്ചെറിഞ്ഞത്. എന്നാൽ മുഹമ്മദ് സിറാജിനെ പോലെ ബുംറയെപ്പോലെ വാലറ്റത്തുള്ള 2 പേർ കാട്ടിയ ചെറുത്തുനിൽപ്പ് ജഡേജയ്ക്കൊപ്പം അത് ഏതെങ്കിലും ഒരു അംഗീകൃത ബാറ്റർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ മത്സരം ഇന്ത്യ ജയിച്ചേനെ. ഇപ്പോൾ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. ഈ പരമ്പര ഒരുപക്ഷെ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം പോലെ തന്നെ ആവേശകരമായി മാറുകയാണ്. കാരണം താരങ്ങൾ തമ്മിലുള്ള പോരാട്ടം, വാക്കുതർക്കങ്ങളൊക്കെ ക്രിക്കറ്റിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. ഇത്തവണ അത് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ യുവനിര അതിനെ സമർത്ഥമായി തിരിച്ചടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഏതായാലും ശുഭ്മാൻ ഗില്ലിനെ ആശ്വസിക്കാം. വിരാട് കോഹ്ലി ഇല്ലാത്ത, രോഹിത് ശർമ്മ ഇല്ലാത്ത ഒരു ടീമിനെ ഇത്രമേൽ ആവേശകരമായ പോരാട്ടത്തിലേക്ക് നയിക്കാനാകുന്നു എന്നതിൽ ശുഭ്മാൻ ഗില്ലിന് ആശ്വസിക്കാം. മികച്ചൊരു ഭാവിയുണ്ട് ഈ ടീമിന് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം ഏറെക്കുറെ എല്ലാവരും പുതിയ താരങ്ങളാണ്, അധികം പരിചയമില്ലാത്തവരാണ്. അവരെ കൂട്ടി ഗിൽ ഒരു പുതിയ കാലത്തിലേക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ നയിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. തോറ്റെങ്കിലും തലയെടുപ്പോടെ തന്നെയാണ്, തല ഉയർത്തിപ്പിടിച്ചാണ് ജഡ്ഡുവും കൂട്ടരും കരകയറിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അനിൽ നമ്പ്യാർ. കൃഷ്ണരാജ്, 4ാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ മാഞ്ചസ്റ്ററിൽ അല്ലേ? സാഹചര്യങ്ങളോട് ഇന്ത്യക്ക് പൊരുതി നിൽക്കാനാകുമോ എന്ന ചോദ്യമായിരുന്നു ഉയർന്നു കേട്ടത്. അതിനൊരു പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഹ്ലി, രോഹിത് ശർമ്മ ഈ ഇതിഹാസ താരങ്ങളില്ലാതെ ഇന്ത്യ ഒരു വിദേശ പര്യടനത്തിന് പോവുകയാണ്. ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ സീമും ബൗൺസും സ്വിംഗ് ചെയ്യുന്ന പന്തുകളുമൊക്കെ ഉള്ള ഒരു പിച്ചിൽ ഇന്ത്യൻ ടീമിന് എന്ത് ചെയ്യാനാകുമെന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ആദ്യ ടെസ്റ്റിൽ അത് ഏറെക്കുറെ സാധ്യമായതുമാണ്. അവിടെയും ജയിക്കാമായിരുന്ന കളിയാണ് ഇന്ത്യ തോറ്റത് എന്നോർക്കണം. 400 റൺസിലേറെ ലീഡുണ്ടായിരുന്നിട്ടും ആ മത്സരം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇന്ത്യൻ ടീമിനായില്ല. പക്ഷേ ബുംറയില്ലാത്ത കളിയിൽ
രോഹിത്തില്ല, കോഹ്ലിയില്ല, ബുംറയും ഉണ്ടായിരുന്നില്ല. ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ച രണ്ടാം ടെസ്റ്റിൽ ശുഭ്മാൻ ഗില്ല് തന്നെ മുന്നിൽ നിന്ന് നയിച്ച് ഇന്ത്യയെ വിജയത്തിലെത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആകാശ് ദീപിൻ്റെ ബൗളിംഗ്, മുഹമ്മദ് സിറാജിൻ്റെ ബൗളിംഗ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ടെസ്റ്റിൽ മികവ് ആവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഉറപ്പായി നമുക്ക് പറയാം. പക്ഷേ മത്സരഫലം മറ്റൊന്നാണ്. അവിടെ ഇന്ത്യക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇനി മാഞ്ചസ്റ്ററിൽ അവിടെ ഈ കരുത്ത് തുടർന്നാൽ, ഈ ആവേശം തുടർന്നാൽ, ഈ ചോരത്തിളപ്പ് തുടർന്നാൽ ഇന്ത്യക്ക് പരാജയം എന്നതുപോലും വിജയമാക്കി മാറ്റാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ തോൽവി. ഈ തോൽവി ജയത്തിന് സമാനമാണെന്ന് പറയാതെ വയ്യ. യെസ്, ഇനി ജൂലൈ 23 മാഞ്ചസ്റ്ററിൽ കാണാം. രവീന്ദ്ര ജഡേജയുടെ ഒറ്റയാൾ പോരാട്ടം. പാഴായി ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ പൊരുതി തോറ്റു. 22 റൺസിനാണ് ഇംഗ്ലണ്ട് വിജയിച്ചത്. ഇതോടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലെത്തി. തുടരെ 4 അർദ്ധ സെഞ്ചുറികൾ നേടിയ രവീന്ദ്ര ജഡേജ അവസാനം വരെ പൊരുതി. ആർച്ചറും സ്റ്റോക്സും 3 വിക്കറ്റുകൾ വീതം നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ന്യൂസ് എഡിറ്റർ VS കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്.